വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വലിയ ഒരു ചർച്ചാ വിഷയമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തുന്ന പണത്തിന്റെ ഉപയോഗം, അതിന്റെ വിനിയോഗം, അതിലേക്ക് വരുന്ന ഫണ്ടിന്റെ ലഭ്യത തുടങ്ങിയ കാര്യങ്ങളിൽ സുതാര്യതയെക്കുറിച്ചായിരുന്നു വലിയ തോതിലുള്ള ചർച്ചകളും വിമർശനങ്ങളും എതിർപ്പുകളും എല്ലാം നടന്നത്. ഇതിനിടയിലാണ് ഈ സംഭവത്തെ മുതലെടുത്തുകൊണ്ട് PM കെയറിനെതിരെ ആയ ആരോപണങ്ങൾ മറച്ചു പിടിക്കാനും ദുരിതബാധിതർക്കുള്ള സഹായത്തിന് തടയിടാനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ കള്ളക്കഥയുമായിട്ട് സംഘപരിവാർ കൂട്ടം രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് ഇവർ പറയുന്നത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഫണ്ടാണ് എന്നാണ് പറയുന്നത്. ശരിക്കും അതാണോ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാണോ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പൊതുഖജനാവിലേക്ക് എത്തുന്ന ഫണ്ടാണ്. അത് ഉമ്മൻചാണ്ടി ആണെങ്കിലും കരുണാകരനാണെങ്കിലും ഈ പറയുന്ന മറ്റേതെങ്കിലും BJP നേതാവായ സുരേന്ദ്രനാണെങ്കിലും ഇനി പിണറായി വിജയനാണെങ്കിലും ആരിവിടെ മുഖ്യമന്ത്രിയായിട്ടിരുന്നാലും അദ്ദേഹത്തിൻ്റെ ആ ഫണ്ടിലേക്ക് എത്തുന്ന ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തുന്ന ഫണ്ടാണ് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. അതല്ലാതെ പിണറായി വിജയൻ്റെ ദുരിതാശ്വാസ നിധിയെന്നോ ഉമ്മൻചാണ്ടിയുടെ ദുരിതാശ്വാസ നിധിയെന്നോ ആരും എവിടെയും എപ്പോഴും പറഞ്ഞിട്ടില്ല. ഈ ഘട്ടത്തിലാണ് പ്രധാനമന്ത്രിയുടെ പേരിലുള്ള ദുരിതാശ്വാസ നിധിയാണ് PM കെയർ എന്നറിയപ്പെടുന്നത്. ഈ PM കെയറിനെതിരായ വലിയ തോതിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും നിലനിന്നിരുന്നു. ഇതിനെ വെള്ളപൂശാൻ എന്നവണ്ണം അല്ലെങ്കിൽ ഇതിന് മറയിടാൻ എന്നവണ്ണമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ കള്ളപ്രചാരണമായി സംഘപരിവാർ ഏജന്റുമാർ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് കൃത്യമായി പറഞ്ഞാൽ ഓഡിറ്റിംഗ് പോലും ഇല്ലാത്ത PM കെയർ, പ്രധാനമന്ത്രിയുടെ സിറ്റിസൺ അസിസ്റ്റന്റ് ആൻഡ് റിലീഫ് ഇൻ എമർജൻസി ഫണ്ട് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഉപകരണമാണെന്ന ആരോപണം വ്യാപകമായിരിക്കുകയാണ്. ഏറ്റവും സുതാര്യമായി നടക്കുന്ന CMDRFനെതിരെ വ്യാജ പ്രചാരണം കൊണ്ടുപിടിച്ച് നടക്കുന്നത്. PM കെയറിനെ കുറിച്ചുള്ള വിവരങ്ങൾ ദുരൂഹമാക്കുന്നതിന് മറുപടി പറയാൻ ബാധ്യതയില്ലെന്ന നിലപാടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് തന്നെ ഉള്ളത്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സാമൂഹ്യ ഉത്തരവാദിത്ത ഫണ്ടിൽ നിന്ന് കോടികളാണ് PM കെയറിലേക്ക് സംഭാവന ഒരു ഘട്ടത്തിൽ ഇവർ ചെയ്യിപ്പിച്ചത്. സംഭാവനകളുടെ സ്രോതസ്സും ധനസഹായവും അടക്കം എല്ലാ വിവരവും പാർലമെന്റിൽ വയ്ക്കുക, ചട്ടവും നിയമവും അനുസരിച്ച് ഓഡിറ്റിംഗ് നടത്തുക, സംഭാവന നൽകുന്നവരുടെ വിവരവും ഫണ്ടിൽ നിന്നുള്ള സഹായവും തെരഞ്ഞെടുപ്പ് മാനദണ്ഡവും പരസ്യപ്പെടുത്തുക തുടങ്ങിയ ഒരു ആവശ്യവും ഈ പറയുന്ന ഒരു കാര്യങ്ങളും ഒന്നും ഇവർ പരിഗണിക്കാനേ പോയിട്ടില്ല. പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉള്ള സംഭാവനകൾ CSR പരിധിയിൽ കൊണ്ടുവന്ന കേന്ദ്രം സമാന ആനുകൂല്യം മുഖ്യമന്ത്രിമാരുടെ ദുരിതാശ്വാസ നിധിക്ക് അനുവദിക്കുന്നുമില്ല. അതായത് അവിടെ ഒരു നിയമം, ഇവിടെ മറ്റൊരു നിയമം. കൃത്യമായി പറഞ്ഞാൽ ഒരു യാതൊരുവിധ ഓഡിറ്റിങ്ങോ മറ്റു ഫണ്ട് നൽകിയവരെ കുറിച്ചുള്ള വെളിപ്പെടുത്തലോ ഇനി അതല്ലെങ്കിൽ ചെലവഴിച്ച മാർഗങ്ങളെക്കുറിച്ചുള്ള ഒരു വെളിപ്പെടുത്തലോ PM കെയറിൽ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഗുരുതരമായ അവസ്ഥ. എന്നാൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കുണ്ട്. എത്ര രൂപ വന്നു, ആരൊക്കെയാണ് തന്നത്, എത്ര രൂപ ചെലവഴിച്ചത്, ആർക്കാണ് കൊടുത്തതെന്നുള്ള വ്യക്തമായ വിവരങ്ങൾ അത് ആർക്ക് വേണമെങ്കിലും ലഭ്യമാകും. കേരളത്തിലെയോ ഇന്ത്യയിലെ ഏത് പൗരനും ലഭ്യമാകുന്ന ഒരു പൊതുരേഖയാണ് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത്. പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി നിലവിലുള്ളപ്പോൾ വേറെ ഫണ്ട് രൂപീകരിക്കുന്നത് വിവാദമായിരുന്നു. വിവരാവകാശ നിയമപ്രകാരം പോലും കേന്ദ്രം ഈ വിഷയത്തിൽ PM കെയറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മറുപടി നൽകുന്നില്ല. സീനിയർ IAS ഉദ്യോഗസ്ഥനായ ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിലുള്ള അക്കൗണ്ടിലേക്കാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകൾ വരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. കേന്ദ്ര സർവീസിലുള്ള അത്തരം ഗ്രേഡിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ, ഒരു സീനിയർ ഉദ്യോഗസ്ഥനായ ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഒഫീഷ്യൽ അക്കൗണ്ടിലേക്കാണ് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വരുന്നത്. ബാങ്ക് ട്രാൻസ്ഫറിലൂടെയാണ് പണം ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമാണ്, ബാങ്ക് ട്രാൻസ്ഫറിലൂടെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് ആർക്കാണ് കൊടുത്തത് എന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയമില്ല. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്താൽ മാത്രം മതി ഈ ആർക്കാണ് കൊടുത്തതെന്ന് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ധനകാര്യ സെക്രട്ടറിയുടെ സീലില്ലാതെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിക്കാനും ആകില്ല. നോക്കൂ, റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമേ പണം കൈമാറാൻ സാധിക്കൂ. ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ സൈൻ വേണം. എന്നാൽ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നിർദ്ദേശം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പണം നൽകാൻ സാധിക്കത്തുള്ളൂ. ലഭിക്കുന്ന സഹായം, വിനിയോഗിച്ച തുക, ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ തുടങ്ങിയ എല്ലാ വിവരങ്ങളും വിവരാവകാശ നിയമപരിധിയിൽ വരുന്നതാണ്. ആർക്കും 10 രൂപ മുടക്കി ഒരു പേപ്പറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി 30 ദിവസത്തിനുള്ളിൽ ഈ വിവരം ലഭ്യമാകുന്നതാണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG എന്ന് പറയുന്ന ഏജൻസി വർഷാവർഷം ഓഡിറ്റ് ചെയ്യുന്ന അക്കൗണ്ടാണിത്. ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി 2016 മുതൽ 19 വരെയുള്ള ഓഡിറ്റ് ഇതുവരെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരു ക്രമക്കേടും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പുകമറ സൃഷ്ടിച്ച് വലിയ തോതിൽ പ്രധാനമന്ത്രിയെ ഉദ്ദീപിപ്പിച്ച് നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സുതാര്യമായി കേരളത്തിലെ ജനത മുഴുവൻ ഏകകണ്ഠമായി സ്വീകരിച്ച നിലപാടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് കിട്ടിയ അംഗീകാരം എന്ന് പറയുന്നത്. അത് ഓരോ കാലഘട്ടത്തിലും ഓരോ മുഖ്യമന്ത്രിമാരുടെ കാലഘട്ടത്തിലും ഉമ്മൻചാണ്ടി ആയിക്കോട്ടെ, ഈ പറയുന്ന പിണറായി വിജയൻ ആയിക്കോട്ടെ, ഇവരുടെ ഓരോരുത്തരുടെയും കാലഘട്ടത്തിൽ VS അച്യുതാനന്ദൻ ആയിക്കോട്ടെ, ഇവരുടെ
നമ്മുടെയൊക്കെ ഓരോ കാലഘട്ടത്തിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വളരെ സജീവമായിരുന്നു. അത് കൃത്യമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, ജനങ്ങൾ അതിലേക്ക് ഫണ്ട് നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ കൃത്യമായി അത് വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇതിനെതിരെയാണ് നിങ്ങൾ യാതൊരുവിധ ഓഡിറ്റിംഗ് പോലും ഇല്ലാത്ത, വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ പോലും വരില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ കാടടച്ച് മൂടി വച്ചിരിക്കുന്ന PM കെയറിനെ വെള്ളപൂശാൻ ശ്രമിക്കുന്നത്. കേരളത്തിലെ മലയാളി എല്ലാം തിരിച്ചറിയുന്നവനാണ്. കൃത്യമായ സാക്ഷരതയുള്ള നാടാണ് നമ്മുടെ കേരളം. നിങ്ങൾ എന്തൊക്കെ ചാണക രീതിയിൽ പ്രചരിപ്പിച്ചാലും എന്തൊക്കെ പങ്കുവയ്ക്കാൻ ശ്രമിച്ചാലും ജനങ്ങളെ അതിൻ്റെ അർത്ഥത്തിൽ തന്നെ, ആ അർത്ഥത്തിൽ കണ്ടുകൊണ്ട് തന്നെ അവജ്ഞയോടെ പുച്ഛിച്ച് തള്ളുകയുള്ളൂ എന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം.